ഇറ്റ്സ് മീ അനിക്കുട്ടി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിനി വ്ളോഗായിട്ടാണ്. മിനി വ്ളോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഇന്നൊരു ടൈം ടേബിൾ, എൻ്റെ സ്റ്റഡി ടേബിളിൽ ഞാൻ ഇന്നൊരു എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടൈം ടേബിളിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ടൈം ടേബിള്. ചെറിയ ലൈറ്റ് ഉണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇതായിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ഇതുപോലെ ഇത് പെൻസിൽ എൻ്റെ സ്റ്റിക്കറൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒട്ടിക്കാം. ഒട്ടൂല ഗൈസ്, ഗ്ലൂ ഇല്ലാത്തതാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനൊരു പെൻ ഹോൾഡർ ആയിട്ട്, പിന്നെ എൻ്റെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ എൻ്റെ പെൻ ഹോൾഡറിൽ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രഷ് ഉണ്ട്, പിന്നെ കുറേ യൂസ് ചെയ്യാത്ത പെൻസ് ഉണ്ട്, പിന്നെ പെൻസിലുണ്ട്, പെൻസിലിൻ്റെ ഷാർപ്പണർ ഉണ്ട്, അതിൻ്റെ നീഡലുണ്ട്, പെന്നുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. കുറേ സാധനങ്ങളുണ്ട്. കളർഫുൾ പെൻസ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട് പെണ്ണ്, അതേപോലെ കുറേ പെൻസ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്തൊരു സാധനമാണ് ഗൈസ്. ഒരു കളറാണ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ആ പെയിൻറ്റ് നമ്മൾ തുറന്നിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത സാധനത്തിലേക്ക് പോകും. അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയൊരു പെൻ ഫോൾഡർ, ഇങ്ങനെ കുറേ ഒരു ബുക്ക് ഫോൾഡറൊക്കെ ആക്കി വെക്കാവുന്ന ഒരു സാധനമാണ്. നല്ല സാധനം കേട്ടോ. ഞാൻ എനിക്കൊരു ബുക്ക് വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ക്ലിപ്പ് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞുതരാം. ഇതിങ്ങനെ ഊരിയതൊക്കെ ഉണ്ടാവും, ഇതിങ്ങനെ പോവും. അതുകൊണ്ട് എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വെക്കാൻ പറ്റും. ഏതാണ്ടോ ഇതിങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം വെച്ചിരുന്നത്. പിന്നെ ഗായ്സ് നമ്മൾക്കുള്ളത് കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ കുറച്ച് കളേഴ്സിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ടേബിൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ തുടച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് നേരം മുന്നേ ഞാൻ വരച്ച പടമാണ് ഗൈസ് ഇത്. ഈ ഇച്ചിരും കൂടി ഇതും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടോ, ഇവിടെ കുറേ ഗ്യാപ്സ് ഉണ്ട്. കണ്ടോ, ഇതേക്ക് ഗ്യാപ്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഇന്ന് വരച്ചതാണ്, അതുകൊണ്ട് ഇതാണ് ഇന്ന് തന്നെ വരയ്ക്കണം എന്നങ്ങനെയില്ല. പിന്നെ നമ്മൾ ചെറിയൊരു ചെയിൻ പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. ഇതെൻ്റെ പഴയ മാലയാണ് ഗൈസ്. എൻ്റെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അമ്മയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും എനിക്കറിയില്ല. ഇതൊരു മാല പൊട്ടിയതാണ് ഗൈസ്. എനിക്ക് ഇവിടെ അതെ, ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലൊരു മാലയാണ്. ഇനി അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ വെച്ച് കുറച്ച് ഡെക്കറേഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ബെല്ലിടേണ്ട സാധനം ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ചെറിയൊരു ടേബിള്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചിട്ടുണ്ടേ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, ബാക്കിയെല്ലാം നല്ല നീറ്റാണല്ലോ. അത് ഞാൻ വലിച്ചിട്ടതാണ് ഗൈസ്. വലിച്ചിട്ടതാണ് ഗൈസ്. അതാണ് ഗൈസ് ഇങ്ങനെയായത്. ഇച്ചിരി ഇറക്കിയിട്ടെ. ഇതെന്താ നിങ്ങൾ വിചാരിക്കില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത് ഷെയ്ഡിങ്, എനിക്ക് കുറേ ഷെയ്ഡ് ചെയ്യാൻ അറിയാം കേട്ടോ. അതുകൊണ്ട് ഷെയ്ഡിങ്സ് ഞാനിങ്ങനെ പെൻസിലിൽ ഷെയ്ഡിങ്സ് മറ്റേ ഷാർപ്പ് കഴിയുമ്പോൾ കിട്ടൂലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇപ്പം ഇച്ചിരി ഉള്ളൂ, കാരണം ഞാൻ 2 ദിവസം മുന്നേ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇച്ചിരി ഉള്ളത്. ഞാൻ അടുത്തത് നമുക്കിതെടുത്ത് വെച്ചിട്ട് അടുത്തത് ഞാൻ കുറേ യൂസ് ചെയ്യാത്ത ബുക്സാണ് ഗൈസ്. കുറേ യൂസ് ചെയ്യാത്ത ബുക്സ്, ഞാൻ കുറേ യൂസ് ചെയ്യാത്ത പെൻസിൽസ്, കളർ പെൻസിൽസൊക്കെ പഴയതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ 2 ക്യൂട്ടായിട്ടുള്ള ഷാർപ്പണർ ഉണ്ട് ഗൈസ്. നല്ല ക്യൂട്ടാട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനമാണ്. അതായത് കണ്ടോ,
ഇങ്ങനൊരു ആനിമൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ റിയലായിട്ട് കണ്ടിട്ടില്ല, അതാ പറഞ്ഞു. പക്ഷെ ഇതെന്താ ഇങ്ങനെ പോണ? ലൈറ്റ് വെച്ചിട്ട് നോക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇച്ചിരി ലൈറ്റ് ആയിട്ട് വന്നത്. അദ്ദേഹം നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്കിത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തിപ്പിട്ടുണ്ട്. നമ്മളിതിങ്ങനെ നിൽക്കുക ഗൈസ്, തിരിച്ചു നോക്കാം. ഉണ്ടാവട്ടെ. ബുക്സ് ഹോൾഡർ ഉണ്ടാക്കി. ഇതിൻ്റെ ഹോളിൽ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെന്താ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതാവണതാണ്. നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഷട്ടറാണ്. നമുക്ക് വല്ല സബ്സ്റ്റിറ്റ്യൂഷൻ പീരീഡ് എന്തെങ്കിലും കിട്ടിയ നമുക്ക് കളിക്കാവുന്നതാണ്. നല്ല രസമാട്ടോ. ഇതിങ്ങനെ കുലുക്കിയിട്ട് നമുക്ക് ഫ്രണ്ട്സിന് ചലഞ്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. 10 ഉണ്ട്. ഇപ്പോൾ ഗൈസ് ഇത്ര ഉണ്ടോ. പിന്നെ അടുത്തത് അതുകൊണ്ട് പോയി. ഇവിടെ കുറച്ച് സിസേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ക്ലിപ്സും പെൻസിൽസും, പിന്നെ പഴയ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് കളേഴ്സ് ഉണ്ട്, വാട്ടർ കളറ്, മറ്റേ ഓയിൽ പേസ്റ്റ്, പിന്നെ കളർ സ്കെച്ച്, എന്താണ് ക്രയോൺസ്, പെൻസിൽ കളറ്, പിന്നെ സ്കെച്ച്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കളർ പേപ്പർ ഉണ്ടോ ഗൈസ്? ഒരു ടവലിൻ്റെ മെറ്റീരിയൽ പോലെയാണ് ഗൈസ് ഇതിൻ്റെ. നിങ്ങൾക്കിത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും. നല്ല കോട്ടൺ ടൈപ്പാണ് ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ യൂസ് ചെയ്യാത്ത ബുക്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ കുറച്ചൊരു സ്കെയിൽസ് ഉണ്ട്. പിന്നെ എൻ്റെ ഞാൻ ചീപ്പ്. പിന്നെ ഞാൻ എൻ്റെ എക്സാംസ് ഒക്കെ വരുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പായിട്ടുള്ളൊരു ബുക്കുണ്ട്. നല്ല രസമാട്ടോ ഈ ബുക്ക്. നല്ല രസമാണ് ഈ ബുക്ക്. ഇതിവിടെ എല്ലാം 1 ഹാൻഡ് വെച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഇപ്പം എടുക്കട്ടോ ഗൈസ്. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ ഡ്രോയിങ്സിന് യൂസ് ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ടേപ്പ് എവിടെയാണ് ഞാൻ വെച്ച്? ടേപ്പ് ഇത് ഇവിടെ ഉണ്ട് ഗൈസ്. ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ ടേപ്പ്? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ടേപ്പ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് നമ്മൾ ആവശ്യമില്ലാത്ത പിന്നെ ഒരു സ്ക്വിഷി പോലത്തെ സാധനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനി അടുത്തത് ഗൈസ്. ഇവിടെ എൻ്റെ കുറച്ച് നോട്ട്സ്. പിന്നെ ഞാൻ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നണേ എവിടെ ഇരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കണേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, കാരണം എനിക്ക് പൊക്കമില്ല ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. നിങ്ങളങ്ങനെ എന്തെങ്കിലും കളിയാക്കും വേണ്ട. ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. ഒരു റാബിറ്റിൻ്റെ ഒരു സാധനമാണ് ഗൈസ്. റാബിറ്റ് ഉറങ്ങണമെന്ന രീതിയിൽ വെച്ചതാണ്. പിന്നെ കുറച്ച് പേപ്പർ സോപ്പ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇത് കാണിച്ചു തരാം. ഇത് ക്ലിപ്പാണ് ഗൈസ്, നല്ല ക്യൂട്ട് ക്ലിപ്പാണ്. നമ്മളിവിടെ അടുത്തൊരു കടയുണ്ട്, ആ കടയിൽ നിന്ന് മേടിച്ചതാണ് ഗൈസ്. വെച്ചിട്ട് നമുക്കിത് അടച്ചു നോക്കാം ഗൈസ്. തിരിച്ചു നോക്കട്ടെ എനിക്കിട്ട്. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ കുറച്ചുണ്ട് ഗ്ലൂസും, പിന്നെ കളേഴ്സ്, അതായത് മറ്റേ ബ്രഷ് പെന്നില്ലേ അതും, പിന്നെ എൻ്റെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാനായിട്ട് കുറേ ഉണ്ടാക്കിയ ബുക്സ് ഒക്കെ ഉണ്ട്. അതെ, ഇത് ഞാനൊരു വെറൈറ്റി ടൈപ്പായിട്ട് ഉണ്ടാക്കിയൊരു ബുക്കാണ് ഗൈസ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളുടെ മറ്റേ ഒരു കുഞ്ഞു ഡയറി. ഇത് ഞാനൊരു അനു ഡയറിന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ട്സ്, പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം.
കണ്ട കുറച്ച് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ടാണ് ഇപ്പം എടുത്തോളൂ, കാരണം അത് കാണാൻ പോയാൽ ഇതിൻ്റെ അകത്ത് കണ്ടോ, പിന്നെ കുറേ ഉണ്ട്, അടഞ്ഞു പോയി. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ വരയ്ക്കാം. ഞാൻ എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വെച്ചേ, കാരണം ഒരു കൈ വെച്ച് അങ്ങനെ പിടിച്ചങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി ടഫാണതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വെച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, എന്നെ കാണില്ല, ബുക്ക് കാണാമല്ലോ, ബുക്ക് കാണണ്ടോ. ഇവിടെ ഞാൻ എൻ്റെ ഒരു സ്കെച്ച് ഇതേപോലൊരു എൻ്റെ ഒരു എറേസബിൾ പെന്നുണ്ട്. അത് വെള്ളം ഒഴിച്ച് പോകുന്നൊരു ടൈപ്പ് പെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നമ്മളിങ്ങനെ വരയ്ക്കുന്നത് ANU ഞാനും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളത് ഈ സ്റ്റിക്കർ ഞാൻ എടുത്ത് വെച്ചില്ല, സോറി ഗൈസ്. നമ്മളിത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പുറയിൽ ഞാൻ ഇവിടെ ക്യൂട്ടായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങോട്ട് എടുക്കാം. ഞാൻ ചെറിയ ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്ത് എടുക്കാം. കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഒഴിച്ച് ഗ്ലൂവൊക്കെ ഉണ്ട് ഗൈസ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ലൈറ്റ് ബ്രൈറ്റ്നെസ് ഉള്ളത് കൊണ്ട് ലൈറ്റ് കൂടുതലാണ് ഗൈസ്. ഞാൻ ഇതിലത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ടൈം ടേബിളത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ടൈം ടേബിൾ അല്ലല്ല, സോറി, സ്റ്റഡി ടേബിൾ ഗൈസ് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് അടുത്ത പേജ് വെക്കാം. അടുത്ത പേജിൽ ഇച്ചിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഞാൻ തുറക്കട്ടെ. ഇവിടുന്ന് ഭാഗ്യക്കീടില്ല ഗൈസ്. ഞാൻ ഇത് മറ്റേ പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ ബുഷൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യും. ഇവിടെ അതിങ്ങനെ കുറച്ച് ഒരു സ്ക്വിഷി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വിഷി ഇട്ട് നല്ല കുഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ നല്ല ഇതുപോലെ കേട്ടോ, ഞാൻ എനിക്ക് കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ അങ്ങോട്ട് എടുക്കാം. നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മളുടെ വിരലിൽ ഇങ്ങനെ ഇട്ടുക. ഞാൻ എനിക്ക് എല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ആ കുഞ്ഞി സാധനം. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ ഇട്ട് ഖോ കളിക്കുന്നതാണ്. അല്ലേ നമുക്ക് തിരിച്ചിട്ട് വെക്കണം ഗൈസ്. തിരിച്ചിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇച്ചിരി ഇങ്ങനെ അടച്ച് വെച്ചിട്ടത് ബാക്കി വരുന്നത് പ്ലെയിൻ പേജ് ആട്ടോ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലെയിൻ പേജസ് ആണ് ബാക്കി വരുന്നത്. കുറച്ച് പ്ലെയിൻ പേജസ് ആണ് കണ്ടോ. കുറച്ച് പിന്നെ അവസാനം മറ്റേ യൂസ് ചെയ്തില്ലേ, ഇത് വെച്ച് തിരിച്ചിട്ട് വെക്കാം. അതേപോലെ കുഞ്ഞി സാധനങ്ങളാണ്. പിന്നെ ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കിയൊരു ഡയറി ഉണ്ട്, അത് നിൽക്കുക. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഗൈസ്. നമ്മൾ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ. പ്ലെയിനാണ്, മൊത്തം പ്ലെയിനാണ്. ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കേണ്ട ഒരു ഡയറിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.